നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷനും അതല്ല ഓറൽ അഡ്മിനിസ്ട്രേഷനും ഒക്കെ ആയിട്ട് വരുമ്പോൾ ലെസ് സൈഡ് എഫക്ട്സേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ചിലരിൽ അതിൽ അനഫിലാക്റ്റിക് റിയാക്ഷൻസ് ആണ് ഉണ്ടാവുന്നത്, അതായത് അലർജിക് റിയാക്ഷൻസ് ആണ് സാധാരണയായി കൂടുതൽ ആൾക്കാരിൽ കണ്ടുവരുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. ചിലർക്ക് ലെഗ്സിലായിരിക്കാം, ചിലർക്ക് അബ്ഡോമിനിലായിരിക്കാം, ചിലർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലായിരിക്കാം, ചിലർക്ക് റെസ്പിറേറ്ററി ഓർഗൻസിലായിരിക്കാം. അങ്ങനെ വിവിധ ഓർഗൻസിൽ അനഫിലാക്റ്റിക് റിയാക്ഷൻസ് ഉണ്ടാകും. ചിലപ്പോൾ സ്കിന്നിൽ തന്നെ ആയിരിക്കാം റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. അതൊക്കെ ലെസ് കോമൺലി ആയിട്ട് ഉണ്ടാകുന്ന റിയാക്ഷൻസ് ആണ്. എന്നാൽ കോമൺലി ഉണ്ടാകുന്ന റിയാക്ഷൻസ് അക്യൂട്ടായിട്ട് വന്ന് പോവുകയും ചെയ്യുന്നതാണ്. പക്ഷെ നമുക്കത് ഒരു 100% റിസ്ക് ഇല്ല എന്നും പറയാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും ലെസ് കോമൺലി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഈ പറഞ്ഞ അനഫിലാക്റ്റിക് റിയാക്ഷൻസ് വരാൻ സാധ്യതയുള്ള റീസണാണ് ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ, ഓറൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടുകയും പക്ഷേ അതിന് ഫോളോ അപ്പ് വേണ്ടി വരുന്നു, കോസ്റ്റ് എഫക്റ്റീവായിട്ട് വരുന്നില്ല എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് എങ്ങനെ ഗ്ലൂട്ടാതയോൺ കൂടുതലുള്ള ആഹാര സാധനങ്ങൾ കഴിച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് ഗ്ലൂട്ടാതയോൺ നിങ്ങളുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് ലഭിക്കുന്നു. ചില മിക്സിങ്ങിലൊക്കെയുള്ള ചില ആഹാരങ്ങൾ തമ്മിൽ മിക്സ് ചെയ്താലും ചില ജ്യൂസായിട്ടോ ഷേക്കായിട്ടുള്ള സാധനങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴും ഗ്ലൂട്ടാതയോണിൻ്റെ അംശം ശരീരത്തിൽ നാച്ചുറലായിട്ട് ലഭിക്കുന്നു. ഒപ്പം തന്നെ ഗ്ലൂട്ടാതയോൺ ശരീരത്തിൽ നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ചില ഹോമിയോപ്പതിക് നാച്ചുറൽ മരുന്നുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഇതിനെപ്പറ്റി ഒരു ലൈവോ അല്ലെങ്കിൽ പ്രത്യേകം വീഡിയോസോ ഒക്കെ ചെയ്യാൻ സാധിക്കും. ഗ്ലൂട്ടാതയോണിൻ്റെ ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ പറ്റി ഇപ്പോൾ വിപുലമായിട്ട് ആൾക്കാർ സെർച്ച് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ലെസ് കോമൺലി ആയിട്ട് വരുന്ന സിംറ്റംസ് ആണെങ്കിൽ പോലും നമ്മൾക്കതിനെ റിസ്ക് എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. 100% കുഴപ്പമില്ല എന്ന് പറയാൻ സാധിക്കത്തില്ല, എന്നാൽ 100% കുഴപ്പമുണ്ടെന്നും പറയാൻ പറ്റത്തില്ല. റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ദേർ ആർ പ്രോബബിലിറ്റി, ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ നിങ്ങളത് ആലോചിച്ച് യെസ് എന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം വീഡിയോ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.